സ്കേൻ അങ്ങനെ കേരളത്തിൽ ഇതുവരെ ഒരു മുന്നണിക്കും ഭൂരിപക്ഷം ഇല്ലാത്ത തെരഞ്ഞെടുപ്പൊക്കെ നടന്നിട്ടുണ്ട്. 1965 തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിക്കും ഭൂരിപക്ഷം ലഭിച്ചിരുന്നില്ല. പിന്നെ ഈ 2 വർഷക്കാലം ആ നിയമസഭ മരവിപ്പിച്ച് നിർത്തുകയാണ് ചെയ്തത്, രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിക്കൊണ്ട്. പിന്നീട് ഒരു പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് പോയ ചരിത്രം കേരളത്തിലുണ്ട്. 1980 ഇ കെ നയനാർ മന്ത്രിസഭ അധികാരമേറ്റു. അന്ന് എ കെ ആന്റണി, അഖിലേന്ത്യാ മുസ്ലിം ലീഗ്, അതോടൊപ്പം തന്നെ മറ്റ് നിരവധി ചെറിയ ചെറിയ പാർട്ടികൾ, ജനതാ പാർട്ടിയൊക്കെ ആ മന്ത്രിസഭയുടെ ഭാഗമായിരുന്നു. അതിൽ പിന്നീട് ഇതിൽ ആന്റണി കോൺഗ്രസും മാണി കേരള കോൺഗ്രസും ഈ സർക്കാരിനുള്ള ആ പിന്തുണ പിൻവലിച്ച് അതേ തുടർന്ന് പിന്നൊരു പുതിയ മന്ത്രിസഭ രൂപീകരിക്കാനുള്ള ശ്രമമുണ്ടായി. RSP പിളരുന്നു. RSPയിൽ നിന്ന് കടവൂർ ശിവദാസൻ UDF പക്ഷത്തേക്ക് പോകുന്നു. ജനതാ പാർട്ടി പിളരുന്നു. ജനതാ പാർട്ടിയിൽ നിന്ന് പക്ഷേ 3 MLA മാത്രമേ അന്ന് ഈ കോൺഗ്രസിനൊപ്പം കൂടാൻ തയ്യാറായിരുന്നുള്ളൂ. ഏതായാലും അങ്ങനെയൊക്കെ കണക്കുകൂട്ടി വന്നപ്പോഴേക്ക് 70 എന്ന നിലയിലായിരുന്നു. തുടർന്ന് ഒരംഗം, നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരംഗം കൂടി ഈ കോൺഗ്രസ് പക്ഷത്തേക്ക് മാറുകയും അങ്ങനെ 71-70 എന്ന നിലയിൽ കെ കരുണാകരൻ മന്ത്രിസഭ രൂപീകരിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് ആ സർക്കാരിന് അധികകാലം ആയുസ്സുണ്ടായില്ല. കാരണം അതിനിടയിൽ തന്നെ സ്പീക്കർ നിഷ്പക്ഷനാകേണ്ട ആളാണ്. പക്ഷേ അദ്ദേഹം തന്നെ AC ജോസ് അന്ന് സ്പീക്കറാണ്. അദ്ദേഹം പലപ്പോഴും ഈ സർക്കാരിന് വേണ്ടി അനുകൂലമായി വോട്ട് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. കാസ്റ്റിംഗ് സ്പീക്കർ എന്ന് പിന്നീട് അദ്ദേഹം അറിയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചില AC ജോസ് എന്നുള്ളതിന് ഓൾവേസ് കാസ്റ്റിംഗ് ജോസ് അങ്ങനെ ഉണ്ടായിട്ടുള്ള ചില അപൂർവം ചരിത്രം മാത്രമേ അദ്ദേഹത്തെ ഈ പ്രതിപക്ഷം പുലിവാലി പിടിപ്പിക്കുകയും ചെയ്തു വന്നു. ഒരുപാട് തവണ കാസ്റ്റിംഗ് ഔട്ട് ചെയ്യേണ്ടി വന്നു. അതെ, അത് വയ്യ വേണ്ട മാറി കയ്യെ പിടിച്ചുകൊണ്ടൊന്ന് ജയിച്ചു. അതെ, അപ്പൊ ഇത്തവണ അങ്ങനെ ആ സ്ഥിതി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. ആ കാലമൊക്കെ അസിതയ്ക്ക് ഓർമ്മയുണ്ടോ? കോളേജിൽ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കും. അങ്ങനെ ഒരു സാഹചര്യം ആ കാലം ഇങ്ങനെ അനുഭവത്തിൽ ഓർമ്മയില്ല, കേട്ടറിവുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അത്തരം സാഹചര്യം ഒരുപക്ഷെ ഇത്തവണ ഉണ്ടാകണമെന്നില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സാഹചര്യം ദിലീപ് പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പൊ 2 മുന്നണികളും പ്രതീക്ഷിക്കുന്നത്, ഇപ്പൊ UDF പ്രതീക്ഷിക്കുന്നത് 85 സീറ്റ് വരെ കിട്ടും. അത് ഒരുപക്ഷെ VD സതീശനെ പോലുള്ളവർ പ്രതീക്ഷിക്കുന്നത് 100 കടക്കും എന്നാണല്ലോ. LDF പ്രതീക്ഷിക്കുന്നത് 75 സീറ്റാണ്. അതിപ്പോ ഏറ്റവും ഒടുവിലായി സുനിൽ കനകോലുവിന്റെ റിപ്പോർട്ട് എന്ന പേരിൽ വന്നിട്ടുള്ള ആ വാർത്തയിൽ അടക്കം പറഞ്ഞിട്ടുള്ളത് 75 സീറ്റ് തന്നെയാണ്. ദിലീപ്, എന്റെ ഒരു പ്രതീക്ഷ എന്താണെന്നറിയാമോ? നല്ല തിരിച്ചറിവുള്ള വോട്ടേഴ്സാണ് നമുക്കുള്ളത്. വീട്ടിലിരുത്തേണ്ടവനെ വീട്ടിലിരുത്തും, അകത്ത് കയറ്റേണ്ടവനെ